PG കൊച്ചിയിലാണ്. കൊച്ചിയിലെ സൂംബ ട്രെയിനർ പൂർണ്ണിമയുടെ നേതൃത്വത്തിൽ സൂംബ ട്രെയിനിങ് ഇവിടെ അതിഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായഭേദമന്യേ ഒരുപാട് പേർ അതിരാവിലെ സൂംബ പരിശീലനത്തിന് എത്തിയിട്ടുണ്ട്. അവർ ഈ തിരക്കിനിടയിൽ അല്പനേരം നമ്മോടൊന്ന് സംസാരിക്കാൻ. ഹായ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ സൂംബ? എന്താണ് സൂംബ? ഇവർക്കൊക്കെ അറിയാൻ വലിയ താല്പര്യമാണ്. അതറിയാത്തൊരു പ്രശ്നമാണ്. ഭയങ്കര ഒരു ഹാപ്പി എക്സസൈസ് ആണ്. നിങ്ങളിപ്പോ ഓടാനോ അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ ഓടുന്നതോ അല്ലെങ്കിൽ സൈക്കിൾ ചെയ്യുന്നതോ അപ്പൊ അതുപോലത്തെ വർക്ക്ഔട്ടിന് പകരം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഭയങ്കര ഒരു ഹാപ്പി എക്സസൈസ് ആണ്. ബെനിഫിറ്റ്സ് സെയിം ആണ്. അപ്പൊ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മോണോട്ടോണസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിന് പകരം ഇത് കുറച്ച് പാട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ പ്യോർലി ഫിറ്റ്നസ് ആണ് അതില്. അപ്പൊ അതാണ് സൂംബ ബേസിക്കലി നിങ്ങൾക്ക് തരുന്ന ബെനിഫിറ്റ്സ്. ഹാർട്ടിനും ലങ്സിന്റെയും ഗുഡ് ഹെൽത്തിനും വേണ്ടിയിട്ടാണ് സൂംബ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു പ്രായപരിധി ഇല്ലാത്തതാണ്. ഭയങ്കര സിമ്പിൾ ആയ മൂവ്മെന്റ്സ് ആണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ വന്ന് 1 മണിക്കൂർ കളിക്കാനുള്ള സ്റ്റാമിന ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അത്ര ഈസിയായ കാര്യമല്ല. അപ്പൊ ഇവരൊക്കെ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് അവരുടെ ഹെൽത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര നല്ല കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ ആവശ്യമാണിത്. തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം അവര് കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയാൽ മാത്രമാണ്. ഹെൽത്ത് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഉടനെ കുറെ വെയിറ്റ് എടുത്ത് നോക്കണം എന്നല്ല നമ്മൾ കുട്ടികളെ കൊണ്ട് പറയുന്നത്. അവർക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പൊ സൂംബ പോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പൊ അത് കുട്ടികളെ അധികം ഞങ്ങൾക്ക് സ്കൂളിൽ പോയി പഠിപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്ലാസ് എടുത്ത സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമായിരുന്നു. അവർക്ക് അത്രയും ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പൊ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ ഒരു ഹാഫ് ആൻ അവർ ചെയ്താൽ മതി. എത്ര ഇത് പരിശീലനം തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു 1 year ആയി. എങ്ങനെയുണ്ട് ഈ പരിശീലനം? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഗുണമാവുന്നത്? എങ്ങനെയാണ്? നല്ല കാർഡിയോ ആണ്. പിന്നെ നമുക്ക് ബോറടിക്കില്ല. മൂവ്മെന്റ് കാരണം മെന്റൽ ഹെൽത്തും മച്ച് ബെറ്റർ ആവുന്നു. റിയലി എൻജോയ് ഇറ്റ്. ഞാൻ ഡോക്ടറാണ് അമൃതയില്. അപ്പൊ എനിക്ക് എന്റെ സ്ട്രെസ്ഫുൾ വർക്കാണ്. അത് എനിക്ക് വളരെ ഒരു നല്ലൊരു റിലാക്സേഷനും കിട്ടുന്നുണ്ട്, നല്ല കാർഡിയോ കിട്ടും. ലൈക്ക് എൻജോയിങ് പ്രോസസ് അല്ലേ? ഡാൻസ് ചെയ്തുകൊണ്ട് കളിക്കുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഡാൻസ് ചെയ്യുന്നതല്ലേ പുറത്ത് ഫംഗ്ഷനൊക്കെ പോകുമ്പോ, അതേപോലെ കൺസിഡർ ചെയ്യുക. അതൊരു എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് കളിക്കുന്നു, അല്പവസ്ത്രധാരണം എന്നൊക്കെയാണ്. എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? അല്ല, കംഫർട്ടബിൾ വെയർ ധരിക്കാന്നുള്ളതാണ്. അതിനപ്പുറം വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഹാവ് ഫൺ, അത്രേ ഉള്ളൂ. എന്നാലും നിലവിലെ വിവാദങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ സൂംബ അതിരാവിലെ അതിഗംഭീരമായി പരിശീലിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. അതിൽ വിവിധ പ്രായത്തിലുള്ളവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അങ്ങനെ അവർ രാവിലെ തന്നെ പരിശീലനം തുടരുകയാണ്. അത് അവരുടെ കാലങ്ങളായി പരിശീലിക്കുന്നവരുണ്ട്, അത് അവർ തുടരുകയാണ്. നിലവിലെ വിവാദങ്ങളൊന്നും അവരുടെ പരിശീലനത്തെയോ തുടർന്നോ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വേർതിരിവുകളോ ഒന്നും കാണേണ്ടതില്ല. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ഇത് ഗുണകരമാണെന്ന അഭിപ്രായം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് PG.